വിരാധനെ അതായത് ശ്രീരാമദേവൻ വധിച്ചു. കാരണം ഘോരമായ ആ സത്വത്തെ ഒരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത വിധത്തിലായിരുന്നു. പക്ഷേ സർവേശ്വരനായ ഭഗവാന് എല്ലാം അറിയാലോ, ഇന്ന ആളാണ് എന്താണെന്നൊക്കെ ഭഗവാനെ അറിയാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഭഗവാൻ നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യരെ പോലെ ചെയ്തു കൂട്ടാണ്. അങ്ങനെ ഈ വിദ്യാധരൻ ശരിക്കും ആകാശത്ത് പോയിക്കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തൻ്റെ ആ ക്രൂരമായതൊക്കെ എല്ലാ വേഷങ്ങളും അഴിച്ചു മാറ്റി നല്ലൊരു സർവാഭരണ ഭൂഷിതനായ ഗന്ധർവനായിട്ട് ശരിക്ക് അവിടെ നിന്നു. ആ ഗന്ധർവൻ ശരിക്കും ഭഗവാനെ സ്തുതിക്കാനായിട്ട് നോക്കുകയാണ്. എനിക്ക് മോക്ഷം കിട്ടുമെന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവാന്റേതായ ആ വാക്കുകളെ കേട്ടുകൊണ്ട് എൻ്റേതുള്ളായ ശരിക്കും എന്നെ ദുർവാസാവ് ശപിച്ചതായിരുന്നു. ആ ദുർവാസാവ് ശപിച്ചിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു രാക്ഷസനായി തീർന്നത്. ഞാൻ ചെയ്തതിൻ്റെ തെറ്റാണ് ദുർവാസാവ്. അതുപോലെ നമ്മൾ ചെയ്യുന്നതായ തെറ്റുകളാണ് ശരിക്കും നമ്മുടേതായ ഫലം മുൻകൂർ നമുക്ക് തരുന്നത്. നമ്മൾ തെറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ ഫലം സൽഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൽചിന്തയും ആ ദുർമുള്ള ചിന്തകളെ കഴിച്ച് സച്ചിന്ത നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഭഗവാൻ തരും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണ്. നീ ചെയ്തത് നിനക്ക് കഴിഞ്ഞ ജന്മത്തെ ശാപം കൊണ്ടാണ് നീ ഇങ്ങനെയായി തീർന്നത്. അപ്പോൾ നിനക്ക് ഒരിക്കലും ഒരു ദോഷം വരില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിരാധൻ രാമദേവനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ആ സ്തുതിയാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്. രാഘവം പ്രണതാർത്തിഹാരിണം ഗൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയഹരം ഇന്ദിരാ രമണമിന്ദീവരദളശ്യാമം ഇന്ദ്രാദിവൃന്ദാരക വൃന്ദവന്നിതാപദം സുന്ദരം സുകുമാരം സുഗർദീജനാമനോമന്ദിരം രാമചന്ദ്രം ജഗദാദമഭിരാമം വന്നിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്ത ആനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനി തന്നെ ശാപത്തിനാൽ ഗർവിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ. നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേനിന്നു നാഥ സന്തതം ഇനി ചരണാംഭുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്ത്യാ. വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം, ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായാത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ദേവലോകത്തിനു പോവാനായി അനുഗ്രഹിക്കണം ദേവദേവേശ പുനരൊന്നപേക്ഷിച്ചിടും ഞാൻ. നിന്മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായ് കമ്പുജ വിലോചന സന്തതം നമസ്കാരം. ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു കൊടുത്തു വരങ്ങളും. മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ലെന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും. രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ. ഇക്കഥ ചൊല്ലി സ്തുതിച്ചിടുന്ന പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.